മക്കളെ, ഇന്ന് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 6 ആക്ടിവിറ്റിയാണുള്ളത്. അതിൽ 5 എണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 25 മാർക്കാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി സൂചന ഗണ്ട് പഠേം और प्रश्नों के उत्तर लिखें. അതായത് ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിനു हाथी पर बैठकर जंगल से जा रहा था. पहले उसने खरगोश को देखा. वह गाजर गा रहा था. फिर उसने एक बंदर को देखा. वह केला गा रहा था. उसके बाद उसने हिरण को देखा. हिरण घास गा रहा था. അതായത് വിനു ആനപ്പുറത്തിരുന്നിട്ട് കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം തന്നെ മുയലിനെ കണ്ടു. പിന്നീട് മുയൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ക്യാരറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബന്ദറിനെ കണ്ടു, മങ്കിയെ കണ്ടു. അത് പഴം തിന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാനിനെ കണ്ടു. മാൻ പുല്ല് തിന്നുന്നുണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വിനു കിസ് പർ ബൈഠ്കർ ജാ രഹാ താ. വിനു എന്തിന്റെ പുറത്തിരുന്നിട്ടാണ് യാത്ര ചെയ്തത്? എന്തിന്റെ പുറത്തിരുന്നാണ് പോയിക്കൊണ്ടിരുന്നത്? ഹാത്തി പർ. അല്ലെ, ഇവിടെ തന്നെ ഉണ്ട് ആൻസർ. ഹാത്തി പർ എന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അത് നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഒന്ന് നോക്കുക. ആ ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ പാരഗ്രാഫിൽ തന്നെ നോക്കുക. പാരഗ്രാഫിൽ നിങ്ങൾ നോക്കി കണ്ടെത്തിയതിന് ശേഷം മാത്രം ഇവിടെ തന്നിരിക്കുന്ന ചോയ്സിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, വിനു കിസ് പർ ബൈഠ് രഹാ താ. വിനു എന്ന സെന്റൻസ് ഇവിടെ അങ്ങനെ നോക്കുക. ഹാത്തിപ്പർ കാണും. അപ്പൊ ഇവിടെ ഹാത്തിപ്പർ എന്നുണ്ടോ എന്ന് നോക്കുക. ഹാത്തിപ്പർ എന്നുണ്ട് അല്ലേ? അപ്പൊ അത് ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പഹലി വിനുനെ കിസ്കോ ദേക്ക. ആദ്യം പഹലെ ഉസ്നെ ഖർഗോശ് കോ ദേക്ക. പഹലെ ആദ്യം, ദേക്ക പഹലെ ദേക്ക, കിസ്കോ ആരെ. ആദ്യം കണ്ടത് ആരെയാണ്? ഖർഗോശ്. അപ്പൊ ഖർഗോശ് എന്നതിലുണ്ടോ? ഉണ്ട്, ഖർഗോശ് എന്നതിലുണ്ട് അല്ലെ? അപ്പൊ അത് ആൻസർ ആയിട്ട് എഴുതാം. അടുത്തത് ഖർഗോശ് ക്യാ ഗാ രഹാ താ. ഗാ രഹാ താ കണ്ടോ? അപ്പൊ അതിന് തൊട്ട് മുമ്പിലുണ്ടാവും ഗാജർ. ഗാജർ ഗാ രഹാ താ. എന്താണ്? ഖർഗോശ് നമ്മൾ ഇവിടെ കണ്ട്. ഖർഗോശിന്റെ തൊട്ടടുത്ത സെന്റൻസിൽ തന്നെയാണ് വഹ് ഗാജർ ഗാ രഹാ താ. അവൻ ഗാജർ കഴിക്കുകയായിരുന്നു, ക്യാരറ്റ് കഴിക്കുകയായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ എന്തെഴുതണം? ഗാജർ എന്നെഴുതണം. ഗാജർ ആൻസർ ആയിട്ട് എഴുതണം. അടുത്തത് വിനു കഹാം സേ ജാ രഹാ താ. വിനു എവിടെ നിന്ന് വരികയായിരുന്നു? വിനു കഹാം സേ, ഫിർ ഉസ്നെ ഏക് ബന്ദർ കോ ദേക്കാ. വിനു ഹാത്തി പർ ബൈഠ്കർ ജംഗൾ സേ. അവിടെ ജംഗൾ സേ ജാ രഹാ താ. വിനു ആനപ്പുറത്ത് ജംഗൾ സേ കാട്ടിൽ നിന്ന് വരികയായിരുന്നു. അപ്പൊ ഇവിടെ ചോദ്യം കഹാം എവിടെ നിന്ന്, ജംഗൾ സേ. ഇതിലുണ്ട് കണ്ടോ? ഹാത്തി പർ ബൈഠ്കർ ജംഗൾ സേ ജാ രഹാ താ. അപ്പൊ അതിന്റെ ആൻസർ ജംഗൾ സേ. അടുത്തത് സഹി വാക്യ ലിഖിം. ശരിയായിട്ടുള്ള സെന്റൻസ് എഴുതാനാണ് പറഞ്ഞത്. വഹ് കേല ഗാ രഹാ താ. വഹ് കേല ഗാ രഹി തി. വഹ് കേല ഗാ രഹേ ദേ. വഹ് കേല ഗാ രഹാ ദേ. ഇത് ഈ സെന്റൻസിൽ തന്നെ ഉണ്ട്. സോറി, ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് ആ സെന്റൻസ്. ഈ പാരഗ്രാഫിൽ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. വഹ് കേല കണ്ടോ? വഹ് കേല ഗാ രഹാ ദാ. കണ്ടല്ലേ? വഹ് കേല ഗാ രഹാ ദാ. ആ സെന്റൻസ് ഇവിടെ ഉണ്ടോ നോക്കുക. വഹ് കേല ഗാ രഹാ ദാ. അത് അവിടെ ഉണ്ട്. വഹ് കേല ഗാ രഹാ ദാ. അപ്പൊ അത് നിങ്ങൾ എടുത്ത് എഴുതാം. മനസ്സിലായോ? ബാക്കിയുള്ള 3 തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. വഹ് കേല ഗാ രഹാ ദാ.
വഹ് കേല ഗാ രഹേ ദേ എന്ന് പറയില്ല. വഹ് കേല ഗാ രഹാ ദേ എന്നും പറയില്ല. വഹ് കേല ഗാ രഹീദ എന്നും പറയില്ല. അത് മൂന്നും തെറ്റാണ്. വഹ് കേല ഗാ രഹാദ അങ്ങനെയാണ് പറയാം. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ദേശ് ഹമാര ദേശ് ഹമാര ചമക്കെ ജൈസെ ജഗമഗ് താര. ജഗമഗ് താര എന്ന കവിതയിലുള്ള ഭാഗമാണ് ഇവിടെ തന്നത്. ഈ കവിതാഭാഗം വായിക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. കവിതാംശ സേ കോയി ഏക് തുകാന്ത് ശബ്ദ് ചുൻകർ ലിഖിയേ. ഈ കവിതയിൽ നിന്നും ഏതെങ്കിലും ഒരു തുകാന്ത് ശബ്ദ് നിങ്ങളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഹമാര, അതുപോലെ തന്നെ താര, ഹമാര താര അതേപോലെ വരുന്നത് ഇതിലുണ്ട് അല്ലെ. ഹമാര താര, ഹമാര രഘുവാര, ഹമാര സംവാര, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഹമാര താര എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ഹമാര എന്ന് എഴുതാം, രഘുവാര അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഹമാര എന്ന് എഴുതാം, സംവാര എന്നെഴുതാം. ഓക്കെ, ആൻസർ എഴുതിയത് കാണിക്കാം. എന്താ, ഹമാര രഘുവാര, ഹമാര സംവാര. രണ്ടെണ്ണം എഴുതണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എങ്ങനെയാണ് ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടിയാണ് രണ്ടെണ്ണം ഞാൻ തന്നത്. ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രം എഴുതാം. ഓക്കെ, അതിൽ ഒന്നാണ് ചോദിച്ചത്. ഏക് തുകാന്ത് ശബ്ദ, ഏക് ഒരു തുകാന്ത് ശബ്ദമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് സഹി മിലാനാണ്. ദേശ് സംവാര, ജഗ്മഗ് രഘുവാര, സത്യ അഹിംസ, ഹമാര, ബലിദാനോനെ താര. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. അതിനെ മിലാൻ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിന് യോജിക്കുന്നതിന് ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ യോജിക്കുന്നതാണ് നിങ്ങൾ ചേർത്ത് വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ദേശ് എന്താണ് ഈ കവിതയിലുണ്ട്, ദേശ് ഹമാര അല്ലേ. അപ്പൊ ഈ ദേശ് ഹമാര. അടുത്തതോ, ഈ കവിതയെല്ലാം വേറെ കവിതയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിലും നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ദേശ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് എന്താണ് നോക്കുക, ദേശ് ഹമാര. അടുത്തത് എന്താണ്, ജഗ്മഗ്. ഇവിടെ നോക്കുക, ജഗ്മഗ് താര കണ്ടോ. അപ്പൊ ഈ ജഗ്മഗ് താര. അടുത്തത് സത്യാഹിംസ. ഇതിലെവിടെയാ സത്യാഹിംസ നോക്കുക, സത്യാഹിംസ ക രഘുവാര. അപ്പൊ സത്യാഹിംസ കണ്ടത് രഘുവാര എന്നുണ്ടോ എന്ന് നോക്കുക. സത്യാഹിംസ രഘുവാര ഉണ്ട് അല്ലേ. അപ്പൊ സത്യാഹിംസ രഘുവാര അങ്ങനെ മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ എഴുതുക. ബലിദാനോംനെ, ബലിദാനോംനെ ഉസേ സംവാര, സംവാര അതാ സംവാര കണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് ആൻസർ വന്നതെന്ന് മനസ്സിലായല്ലോ. നോക്കൂ, എഴുതിയത് ദേശ് ഹമാര, ജഗ്മഗ് താര, സത്യാഹിംസ രഘുവാര, ബലിദാനോംനെ സംവാര. മനസ്സിലായില്ലേ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം, മൂന്നാമത്തത്. സൂചന പങ്ക്തിയാം പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഇതും അങ്ങനെ തന്നെയാണ്. പങ്ക്തി എന്ന് പറഞ്ഞ വരികൾ, തന്നിരിക്കുന്ന ലൈനുകൾ വായിക്കുക, എന്നിട്ട് പ്രശ്നവും, പ്രശ്നം പറഞ്ഞ ചോദ്യം, ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യന്റെ ഉത്തർ ആൻസർ, ആൻസർ എഴുതുക എന്നാണ് പറഞ്ഞത്. सागर से बर बर जल लाते, गाँव गाँव में रस बरसाते, सब जीवों की प्यास बुझाते, धरती हो जाती है दानी, ബാദൽ ദാനി ബാദൽ ദാനി. ബാദൽ ദാനി എന്ന കവിത നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ ബാദൽ ദാനി എന്നാണ് വന്നിരിക്കുന്നത്. ഇത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക. कवितांश में पानी का समान अर्थ वाला शब्द कौन सा है? കവിതാംശമേ അതായത് ഈ തന്നിരിക്കുന്ന കവിതയുടെ ഭാഗം, ഈ കവിതാഭാഗത്തിൽ പാനി കാ സമാൻ, പാനി, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളം എന്നതിൻ്റെ സമാനർത്ഥവാല ശബ്ദം, അതേ അർത്ഥം വരുന്ന മറ്റൊരു ശബ്ദം ഈ കവിതയിലുണ്ട്. പാനി എന്ന് പറഞ്ഞ വെള്ളമാണ്. അതേപോലെ വെള്ളം എന്ന അർത്ഥം കിട്ടുന്ന ഒരു വാക്ക് നിങ്ങളുടെ ഈ കവിതയിൽ ഉണ്ട്. ആ വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചത്. ആ ശബ്ദ് കോൻസാഹെ, ആ ശബ്ദ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സാഗർ സേ പറഞ്ഞാല് ജലമല്ല, ബർ ബർ പറഞ്ഞാല് വെള്ളമല്ല അല്ലെ. ജല്, ജല് പറഞ്ഞ എന്താ, ജലം. ജൽ പറഞ്ഞ എന്താണ്,
ജലം. അപ്പോൾ നമുക്ക് വെള്ളം, പാനി എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നൊരു ശബ്ദം കിട്ടിയില്ലേ? ജൽ. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കാം. പാനി की रक्षा मानव की रक्षा संदेश देते हुए പോസ്റ്റർ തയ്യാർ करें. പാനി की रक्षा मानव की रक्षा. ഇങ്ങനെ നിങ്ങൾക്ക് സന്ദേശവാക്യം എഴുതാനുള്ള പോസ്റ്റർ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആ സന്ദേശവാക്യം തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് പോസ്റ്ററിലേക്ക് എഴുതാം. മനസ്സിലായോ? പാനിക്ക് രക്ഷ, മാനവയ്ക്ക് രക്ഷ. ഇത് നിങ്ങൾക്ക് പോസ്റ്ററിൽ പോസ്റ്റർ വചനമായിട്ട് എഴുതാം. അത് കൂടാതെ ഒരു സെന്റൻസും കൂടെ നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ പിക്ചറും വരയ്ക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പൊ നേരത്തെ ആൻസർ എന്താണ്? ജൽ. ഇനി പോസ്റ്ററിന്റെ നോക്കാം. പാനി നഹി തോ ഹം നഹി. നമ്മൾ പഠിച്ചതാണല്ലേ ആ സെന്റൻസ്. പാനി ജീവൻ കാ ആധാർ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? പാനി നഹി തോ ഹം നഹി, പാനി ജീവൻ കാ ആധാർ, പാനി അമൂല്യ ഹേ ഉസേ ബർബാദ് ന കരോ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പറഞ്ഞതാണ്. പാനി അമൂല്യ ഹേ ഉസേ ബർബാദ് ന കരോ. അതൊക്കെ പോസ്റ്റർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സെന്റൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാനിക്ക് രക്ഷ, മാനവിക്ക് രക്ഷ. ഈ സന്ദേശം വരുന്ന പോസ്റ്റർ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ വെള്ളത്തിനെ സംരക്ഷിക്കുക, അത് മനുഷ്യന്റെ രക്ഷയാണ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വെള്ളത്തിനെ സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു സന്ദേശം വരുന്ന രീതിയിലുള്ള പോസ്റ്ററാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഈ സെന്റൻസ് തന്നെ എടുക്കാം. അത് കൂടാതെ നിങ്ങൾക്ക് ദാ ഇവിടെ എഴുതിയതുപോലെ പാനി നഹി തോ ഹം നഹി, പാനി ജീവൻ കാ ആധാർ, അതുപോലെ തന്നെ പാനി അമൂല്യ ഹേ ഉസേ ബർബാദ് ന കരോ, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? വലിയൊരു ബോക്സ് വരയ്ക്കാം. വലിയൊരു ബോക്സ് ഇങ്ങനെ വരച്ചിട്ട് അതിൽ പിക്ചർ വരയ്ക്കാം. ഞാനവിടെ പിക്ചർ ഒന്നും വരച്ചിട്ടില്ല, സന്ദേശവാക്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ വിശദമായിട്ട് സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. 5 മാർക്കാണ് നിങ്ങൾക്ക് പോസ്റ്റർ ചെയ്താൽ കിട്ടുക. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് വൃത്തിയായിട്ട് നല്ല പിക്ചറൊക്കെ വരച്ചിട്ട്, കളറൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കളർ കൊടുക്കണം എന്നില്ല, പെൻസിൽ കൊണ്ട് നന്നായിട്ട് വരച്ചാൽ മതി. നന്നായിട്ട് വരച്ചിട്ട് അതുപോലെ തന്നെയുള്ള സെന്റൻസുകൾ 2 എഴുതി വെക്കുക. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. 4ാമത്തെ ഗതിവിധിയാണ് വാക്യാംശ ചുനെ ഓർ വാർത്താലാപ് തയ്യാർ കരേം. ഇവിടെ നിങ്ങൾക്ക് വാർത്താലാപ് ഫില്ല് ചെയ്യാനാണ്. അതിൽ സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് കുറച്ചെണ്ണമൊക്കെ. ഒരു 3 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ 2, 3, 2, 5 സെന്റൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ആ ആവശ്യമായിട്ടുള്ള സെന്റൻസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സിനകത്ത് തന്നിരിക്കുന്നു. അത് മീനിങ് മനസ്സിലാക്കിയിട്ട് എവിടെ ചേർക്കണോ ഉചിതമായിട്ടുള്ള സ്ഥലത്ത് ചേർക്കുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ ഈ തന്നിരിക്കുന്ന സ്പേസിലേക്ക് ഉചിതമായ സ്ഥലങ്ങളിലാണ് നിങ്ങൾ ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ അതിനു വേണ്ടി നമ്മൾക്ക് ഇത് നന്നായിട്ട് വായിച്ചു നോക്കണം, അതിന്റെ മീനിങ് മനസ്സിലാക്കണം. എങ്കിലാണ് അടുത്തതായിട്ട് എന്ത് എഴുതണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ തന്നിരിക്കുന്നതിന്റെ മീനിങ്ങും നമുക്കറിയണം. ഓക്കെ. അപ്പൊ ബഗുള ബയ്യ. ബഗുള വിളിക്കാണ്, കൊക്ക് വിളിക്കാണ്, ബയ്യ അങ്ങനെ വിളിക്കാണ്. ബന്ദറിനെയാണ് വിളിച്ചത്, കുരങ്ങനെ. അപ്പൊ കുരങ്ങനെ എന്തായിരിക്കും ചോദിക്കുക? ചലോ ബാരിഷ് കോ ടൂണ്ടേം. നടക്കൂ, നമുക്ക് എന്ത് ചെയ്യാം? മഴയെ അന്വേഷിക്കാം എന്നാണോ പറയുന്നത്? ക്യാ കരേം, എന്ത് ചെയ്യാം എന്നാണോ പറയുന്നത്? ക്യാ ഹേ ബഹൻ, എന്താണ് സഹോദരി എന്നാണോ ചോദിക്കുന്നത്? മുജേ ബി, എനിക്കും. പാനി കഹീം നഹീം, വെള്ളം എവിടെയും ഇല്ല. ഇതിലേതാണ് ബഗുള ബയ്യ എന്ന് വിളിക്കുന്ന സമയത്ത് ബന്ദർ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് നമ്മളപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്നാണ് ചോദിച്ചത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഏത് എഴുതണം എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന കുട്ടികളെല്ലാവരും ഇവിടെ എന്താണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, കണ്ടെത്തിയല്ലോ? അപ്പൊ ഏതാണ് എഴുതേണ്ടത്? ക്യാ ഹേ ബഹൻ, അതാണ് എഴുതേണ്ടത് അല്ലേ? ക്യാ ഹേ ബഹൻ എന്നാണ് എഴുതേണ്ടത്. അടുത്തത് ബഗുള. ബഹുത്ത് പ്യാസ് ലഗി ഹേ, വല്ലാതെ ദാഹിക്കുന്നു, വല്ലാത്ത ദാഹം അനുഭവപ്പെടുന്നു എന്ന് പറയാണ് ബഗുള. അപ്പൊ ബന്ദർ എന്താണ് പറയുന്നത്? ഇതിന്റെയൊക്കെ മീനിങ് നേരത്തെ ഞാൻ പറഞ്ഞു തന്നതാണല്ലേ. അപ്പൊ ബന്ദർ എന്താണ് പറയുന്നത്?
എനിക്കും എന്ന് പറയും. ദാഹിക്കുന്നു. അപ്പൊ എന്താ എനിക്കും എനിക്കും ദാഹിക്കുന്നു എന്ന് പറയാണ്. എനിക്കും. എവിടെ എനിക്കും എന്നുള്ളതിന് എന്താണ്? ആ മുझे भी, എനിക്കും. അപ്പൊ ഇവിടെ എഴുതേണ്ട എന്താണ്? മുझे भी. കഹീ പാനി ദേക്കാ ഹേ, എവിടെയെങ്കിലും വെള്ളം കാണുന്നുണ്ടോ എന്ന് ചോദിക്കാണ് ബഗുള. അപ്പൊ ബന്ദർ എന്തായിരിക്കും പറയാ? പാനി കഹീം നിഹീം, വെള്ളം എവിടെയും ഇല്ല. പാനി കഹീം നിഹീം, വെള്ളം എവിടെയും ഇല്ല. അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ബഗുള എന്തായിരിക്കും പറയുന്നത്? ക്യാ കരേം, എന്തു ചെയ്യും? ബഗുള പറയാണ് വെള്ളം എവിടെയും ഇല്ലല്ലോ, ക്യാ കരേം, ഇനി എന്തു ചെയ്യും? അപ്പൊ എന്താണ് ബന്ദർ പറയാ? ചലോ ബാരിഷ് കോ ടൂണ്ടേം, എന്താണ്? നമുക്ക് മഴയെ അന്വേഷിക്കാം എന്ന് പറയാണല്ലേ. അപ്പൊ അവിടെ നമ്മുടെ വാർത്താലാപം അവിടെ പൂർത്തിയായി. എങ്ങനെയാണ് ചെയ്തത് എന്ന് നോക്കാം. വാർത്താലാപ്. ബഗുള ഭയ്യ, ബന്ദർ ക്യാ ഹേ ബഹൻ, ബഗുള ബഹുത്ത് പ്യാസ് ലഗി ഹേ, ബന്ദർ മുझे भी, എനിക്കും. ബഗുള കഹീം പാനി ദേക്കാ ഹേ, ബന്ദർ പാനി കഹീ നിഹീം. ബഗുള പറയാണ് ക്യാ കരേം, ബന്ദർ ചലോ ബാരിഷ് കോ ടൂണ്ടേം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആ വാർത്താലാപം നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത നോക്കാം. ബിന്ദുവോങ്കെ ആധാർ പർ വിവരൺ തയ്യാർ കരേം. നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാ? വിവരണം തയ്യാറാക്കുക. കാലേ ബാദൽ ഉഡ്തേ ഹേ, കാർമേഘം മൂടിയിരിക്കുന്നു. ഠണ്ഡി ഹവാ ബഹത്തി ഹേ, തണുത്ത കാറ്റ് വീശുന്നു. ഗേത്ത് ഹരേ ബരേ ഹോ ജാത്തേ ഹേ, വയലുകളെല്ലാം പച്ചപ്പാർന്നിരിക്കുന്നു. സാരേ ജീവജന്തു ഖുഷ് ഹോത്തേ ഹേ, എല്ലാ ജീവജാലങ്ങളും ഹാപ്പിയാണ്. ബിജലി ചമക്തി ഹേ, ഇടിമിന്നൽ ഉണ്ടാകുന്നു. ബാരിഷ് കി ബൂന്തേ ആത്തി ഹേ, മഴത്തുള്ളികൾ വരുന്നു. ജീവോം കി പ്യാസ് ബുജ് ജാത്തി ഹേ, ജീവികളുടെ ദാഹമെല്ലാം അണയുന്നു. ജീവികൾക്ക് ദാഹം അകറ്റാൻ കഴിയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഓർഡർ അനുസരിച്ച് അങ്ങോട്ട് പാരഗ്രാഫ് ആക്കി എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതിന്റെ എന്താ പറയാ, വിവരണം തയ്യാറാക്കാന്ന് പറയുമ്പോൾ ഇത് ഓർഡർ ആയിട്ട് എഴുതാം. കാലേ ബാദൽ ഉഡ്തേ ഹേ, ഠണ്ഡി ഹവാ ബഹത്തി ഹേ, ബിജലി, അതായത് മേഘം മൂടി, മഴ പെയ്തു, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളം കിട്ടി, ജീവജാലങ്ങളെല്ലാം ഹാപ്പിയായി, ജീവജാലങ്ങൾക്കെല്ലാം വെള്ളം ലഭിച്ചു, വയലുകളൊക്കെ പച്ചപ്പാർന്നു അല്ലെ. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ആദ്യം നടക്കുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് എഴുതാം. മനസ്സിലായോ? അപ്പോ നമുക്ക് നോക്കാം. കാലേ ബാദൽ ഉഡ്തേ ഹേ, ഠണ്ഡി ഹവാ ബഹത്തി ഹേ, അതായത് മേഘം മൂടി, തണുത്ത കാറ്റടിച്ചു, ഇടിമിന്നലുണ്ടായി. ബിജലി ചമക്തി ഹേ, ബാരിഷ് കി ബൂന്തേ ആത്തി ഹേ, മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ഗേത്ത് ഹരേ ബരേ ഹോ ജാത്തേ ഹേ, വയലുകളെല്ലാം പച്ചപ്പാർന്നു. ജീവോ കി പ്യാസ് ബുജ് ജാത്തി ഹേ, ജീവജാലങ്ങളുടെ എല്ലാം ദാഹം അകറ്റാൻ സാധിച്ചു, അവരുടെയൊക്കെ ദാഹം അകന്നു. സാരേ ജീവ ജന്തു ഖുഷ് ഹോത്തേ ഹേ, എല്ലാ ജീവജാലങ്ങളും ഹാപ്പിയായി. ഈ രണ്ട് സെന്റൻസ് മാറ്റി എഴുതിയാലും, അതായത് ഈ ജീവോ കി പ്യാസ് ബുജ് ജാത്തി ഹേ എന്നിവിടെ എഴുതിയിട്ട് ഗേത്ത് ഹരേ ബരേ ഹോ ജാത്തേ ഹേ എന്ന് ഈ ലാസ്റ്റ് ഈ സ്ഥാനത്ത് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ലഭിക്കുന്നു, ജീവജാലങ്ങളെ ഹാപ്പി ആവുന്നു. ഇനി അടുത്തത് നോക്കാം. വർഗ പഹേലി പഹൂഞ്ചായേ. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വർഗ പഹേലി ഈ തന്നിരിക്കുന്ന ബോക്സിലൊക്കെ ഓരോ പേരിന്റെയും അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഇതൊക്കെ ഫില്ലാവും. നിങ്ങൾ ചെയ്തതാണല്ലോ അത്. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക്, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങളത് പഠിച്ചതാണ്. അപ്പൊ നോക്കാം, ഇതിന്റെ പേരെന്താണ്? ഇത് കൊക്കാണ് അല്ലെ. കൊക്കിന് എന്താ പറയുന്നത്? ബഗുള എന്നാണ് കൊക്കിന് പറയുന്നത്. ഇത് ബന്ദറാണ് അല്ലെ, ബന്ദർ. ഇതോ ബക്കരി. ഇതാണ് ബില്ലി. ഇത് ബയൽ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെയൊക്കെ പേര് നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതിയതെന്ന്. അതാ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടേക്കാണ് എഴുതേണ്ടത്, അതായത് ദായി മോർ, ഇങ്ങനെ നേരെ നേരെ 3 കോളങ്ങൾ ഉണ്ടല്ലോ, ഇവിടേക്കാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്.
പിന്നെ താഴോട്ട് എഴുതേണ്ടത് അതാ ഈ താഴെ തന്നിരിക്കുന്നുണ്ടല്ലോ 3 നമ്മൾ താഴോട്ടേക്ക് എഴുതേണ്ടത്. അങ്ങനെ താഴോട്ടേക്ക് എഴുതണം 3നെ. 1നെ അതുപോലെ തന്നെ അങ്ങനെ താഴോട്ടേക്കാണ് എഴുതേണ്ടത്. താഴോട്ടേക്ക്. 2ഉം അതേപോലെ എന്ത് ചെയ്യണം? താഴോട്ടാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? 4 ഇതങ്ങനെ നേരെ. 4മത്തത് ദായി മോർ വലത്തോട്ടേക്ക് ഇങ്ങനെ നേരേക്കാണ് എഴുതുക. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആരോ മാർക്ക് തന്നിട്ടുണ്ട് അല്ലോ. 4മത്തേന് ഇങ്ങനെ എഴുതണം, 1മത്തത് അങ്ങനെ എഴുതണം, ബാക്കിയുള്ളതൊക്കെ താഴോട്ടേക്ക്. അപ്പം എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. എന്താ ഞാൻ അത്ര വൃത്തിക്കൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ നന്നായിട്ട് വൃത്തിയിൽ ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഈ ബോക്സിലൊന്നും ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത് കേട്ടോ. അതായത് ബഗുള നേരെ നമ്മൾ എഴുതിയത് കണ്ട ബഗുള, ബക്കരി. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ബോക്സ് എണ്ണി നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ബോക്സ് നിങ്ങൾക്ക് കുറവാണല്ലോ അത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് കാരണം? ബഗുള എന്നതിനും ബക്കരി എന്നതിനും ഈ ഒരൊറ്റ ബാ മതി. മനസ്സിലായില്ലേ? ഈ ഒരു ബാനെ കൊണ്ട് നമുക്ക് ബഗുള എന്നും ബക്കരി എന്നും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വരുന്നത് ബൈലാണ്, ബന്ദർ, ബില്ലി. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യന്റെ മോഡൽ. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിച്ച് വെക്കുക. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള മോഡലിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ടീച്ചറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ എക്സാം എഴുതാൻ സാധിക്കും. എല്ലാവരും നന്നായിട്ട് വായിക്കാൻ പഠിക്കുക. ഓക്കെ.